നമസ്കാരം. മിനി സ്ക്രീൻ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് നടൻ ഫിറോസ് ഖാനും മുൻ ഭാര്യ സജ്ന നൂറും തമ്മിലുള്ള കുടുംബ വഴക്കുകളും വ്യക്തിപരമായ തർക്കങ്ങളും പുതിയൊരു പോർമുഖത്തേക്ക് വഴിമാറുകയാണ്. തന്നെയും സ്വന്തം കുടുംബത്തെയും സാമൂഹിക മാധ്യമത്തിൽ പൂർണ്ണമായും തകർക്കാൻ വേണ്ടി സജ്ന കള്ളക്കഥകൾ ചമയ്ക്കുകയാണെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഫിറോസ് ഖാൻ ഉയർത്തുന്നത്. വെറും ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, സജ്നയുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടുന്ന നിർണായകമായ ഫോൺ സംഭാഷണങ്ങളും കൃത്യമായ തെളിവുകളും സഹിതമുള്ള വീഡിയോ പങ്കുവെക്കുകയാണ് താനെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. വലിയൊരു മാനസിക ഭാരത്തോടെയാണ് താൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന് വ്യക്തമാക്കിയ ഫിറോസ് 10 വർഷം നീണ്ടുനിന്ന തന്റെ കഠിനമായ ജീവിതാനുഭവങ്ങളുടെ അവസാന അധ്യായമാണെന്നും അടിവരയിട്ടു. ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നിൽ സജ്നയും മലയാളികൾക്ക് സുപരിചിതനായ ഒരു പ്രശസ്ത വ്യക്തിയുമാണെന്ന് ഫിറോസ് വെളിപ്പെടുത്തുന്നു. പ്രഗത്ഭനായ ഒരു ക്രിമിനലും വുമണൈസറുമായ ആ പ്രശസ്ത വ്യക്തി തന്റെ സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച വ്യാജ കഥയാണിതെന്നും ജീവിതത്തിലെ ഒന്നാന്തരം അഭിനേത്രിയായി സജ്ന അതിന് കൂട്ടുനിൽക്കുകയാണെന്ന് ഫിറോസ് പറഞ്ഞു. നാക്കിനെല്ലില്ലാത്ത പോലെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസോടെയാണ് അവൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരിക്കൽ പോലും തന്നെയോ സ്വന്തം കുഞ്ഞിനെയോ ഓർക്കാതെയാണ് അവൾ ഈ ക്രൂരത ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം അവളുടെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകി അവളെ മാത്രം സ്നേഹിച്ച അടിമയെപ്പോലെ കൂടെ കൂട്ടിയതാണ് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നും ഫിറോസ് പറഞ്ഞു. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വിറ്റ് കാശാക്കാനോ ഒരു ഓപ്പൺ ബുക്ക് ആകാനോ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ സജ്നയുടെയും ആ പ്രശസ്ത വ്യക്തിയുടെയും അവരുടെ കൂടെയുള്ള ടീമിന്റെയും അതിബുദ്ധിയാണ് തന്നെ ഇത്തരമൊരു കെണിയിൽ കൊണ്ടെത്തിച്ചതെന്നും സത്യങ്ങൾ വിളിച്ചു പറയാൻ നിർബന്ധിതനാക്കിയതെന്നും ഫിറോസ് പറയുന്നു. സജ്നയുടെ വ്യാജ വീഡിയോ പുറത്തു വന്നിട്ടും താൻ പ്രതികരിക്കാൻ സമയമെടുത്തത് വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ സാധാരണക്കാരല്ലെന്നും അത്രമേൽ ക്രിമിനൽ ബുദ്ധിയുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം താൻ വധിക്കപ്പെടാനോ കള്ളക്കേസുകൾ കൊടുക്കപ്പെടാനോ സാധ്യതയുണ്ടെന്നും ഫിറോസ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ജീവിതത്തിനിടയിൽ സജ്നയുടെ തെറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ അവൾ തന്നെ വിരട്ടാൻ 2 ആയുധങ്ങളാണ് സ്ഥിരമായി ഉപയോഗിച്ചത്. ഒന്ന്, പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ മകളെ മുൻനിർത്തി തനിക്കെതിരെ വ്യാജ പോക്സോ കേസ് കൊടുക്കുമെന്നതാണ്. ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ക്രൂരമായ ക്രിമിനൽ ബുദ്ധിയാണ് സജ്നയുടേതെന്നും ഫിറോസ് പറയുന്നു. ഈ പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം ഒരു മാസം മുൻപാണ്. താൻ ആ പ്രശസ്ത വ്യക്തിയുമായി 4 വർഷത്തിലായി അധികമായി പ്രണയത്തിലാണെന്നും 3 മാസം ഗർഭിണിയാണെന്നും കാണിച്ച് സജ്ന ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചു. എന്നാൽ അയാൾ തന്നെ ഒഴിവാക്കി പോകുമെന്ന് കണ്ടപ്പോൾ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ലോക്ക് ചെയ്യാൻ വേണ്ടി സജ്ന പ്രയോഗിച്ച തന്ത്രമായിരുന്നു അത്. പിന്നീട് മണിക്കൂറുകൾക്കകം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെടുകയും അവർ തമ്മിൽ ഒത്തുതീർപ്പിലാവുകയും ചെയ്തു. തുടർന്ന് 9 ആഴ്ച ഗർഭിണിയാണെന്ന് പറഞ്ഞ് വീണ്ടും പോസ്റ്റ് ഇടുകയും അതും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലായപ്പോൾ തന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണെന്ന അടുത്ത കള്ളക്കഥയുമായി അവൾ രംഗത്തെത്തി. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ അവൾ എന്തുകൊണ്ട് സൈബർ സെല്ലിൽ പരാതി നൽകിയില്ലെന്നും ഫിറോസ് ചോദിക്കുന്നു. കാരണം അന്വേഷണം നടത്തിയാൽ അത് ചെന്നെത്തുന്നത് സജ്നയിലേക്ക് തന്നെയായിരിക്കും. നമ്മൾ എത്ര മൂടി വെച്ചാലും പ്രപഞ്ചനീതിയും ദൈവാനുഗ്രഹവും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ചിത്രങ്ങൾ വെച്ച് വാർത്തകൾ വന്നപ്പോൾ ആ പ്രശസ്ത വ്യക്തിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് ഫിറോസ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയണമെന്ന് സജ്ന ആവശ്യപ്പെട്ടു. എന്നാൽ നമ്മുടെ ജീവിതം തകർത്തത് അയാൾ തന്നെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫിറോസ് ആവശ്യം നിരസിച്ചു. തുടർന്ന് ഫിറോസിന്റെ വിലക്കുകൾ വകവയ്ക്കാതെ അവൾ സോഷ്യൽ മീഡിയ ലൈവിൽ വരികയും ആ വ്യക്തി അനാവശ്യമായി മഹത്വവൽക്കരിച്ച് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നതാണ് ഫിറോസിന്റെ വെളിപ്പെടുത്തൽ. എന്തായാലും സജ്ന ഫിറോസ് വിഷയം തുടരുക തന്നെയാണ്. സജ്ന തനിക്കെതിരെ ഉയരുന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.